JP's വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്ന അമാൻ സിൻഡിക്കേറ്റ് അശോക് ലൈലൻഡ് ചീറ്റ ചേസിൽ കരൂരിലെ ശ്രീചക്ര കോച്ച് അണിയിച്ചൊരുക്കിയ ഒരു കിടിലം ബസ്സാണ് എൻ്റെ പുറകിൽ കാണുന്ന അമാൻ. നമ്മളിതിന് മുമ്പ് നമ്മുടെ ചാനൽ കൂടെ ഓരോ AC ബസ്സുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബസ്സും AC ഉള്ള ബസ്സാണ്. ഇൻവെർട്ടർ AC ആണ് ബസ്സിന് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാ AC ആണ് ബസ്സിനുള്ളത്. നമുക്ക് ഈ ബസ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ബസ്സിൻ്റെ റിവ്യൂ വീഡിയോ എടുത്തു തുടങ്ങുന്നത് താമരശ്ശേരിയിലുള്ള അശോക് ലൈലൻഡിൻ്റെ സർവീസ് സെൻറ്ററിൽ വെച്ചിട്ടാണ്. ബസ്സിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അശോക് ലൈലൻഡ് ചീറ്റ ബസ്സാണ്. ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ ചക്ര കോച്ചാണ് കരൂരിലെ. നമ്മൾ ആദ്യമായിട്ടാണ് JP's വേൾഡ് എന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ശ്രീ ചക്ര ബസ്സിൻ്റെ ബോഡിയെ കുറിച്ച് പറയുന്നത്. സാധാ ബസ്സിൻ്റെ നമ്മൾ പറയുന്ന പോലെ തന്നെ 5660 cc ഡിസ്പ്ലേസ്മെൻറ്റ് 6 സിലിണ്ടർ വരുന്ന H സീരീസ് CR7 iGen 6 ടെക്നോളജിയിൽ വരുന്ന എഞ്ചിനാണ് ബസ്സിന് വരുന്നത്. ബസ്സിൻ്റെ പവർ 200 HP, 2400 RPM, ടോർക്ക് വരുന്നത് 700 Nm. സാധാ ചീറ്റ ബസ്സിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുള്ള അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ബസ്സിന് വരുന്നത്. ബസ്സിലെ AC, ബസ്സിൻ്റെ ബോഡിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ എല്ലാം നമുക്കിനി വിശദമായിട്ട് നമ്മുടെ റിവ്യൂവിൽ കാണാം. അപ്പം നമുക്ക് റിവ്യൂ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണുന്നത് സോളാർ AC ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും പറയലുണ്ട് സോളാർ അല്ലത്. അപ്പോൾ AC ബസ് ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടിവാരം കോഴിക്കോട് റൂട്ടിൽ ഇതുവരെ AC വണ്ടി വന്നിട്ടില്ല. ഒന്ന് സോളാർ AC കണ്ണൂർ ലൈനിലൊക്കെ കുറേ പൊട്ടിപ്പോയിക്കില്ലേ, അതായത് വെച്ചെടുത്തോളം ഫെയിലാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബാറ്ററിമേ തന്നെ ഇൻവേർട്ടർ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ AC കൊടുത്തത്. AC കൊടുത്തത് 90% ഓക്കെ ആണ്. വണ്ടിനെ കുറിച്ച് എല്ലാവർക്കും പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത്. വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ താമരശ്ശേരിയിലുള്ള TVSൻ്റെ അശോക് ലൈലൻഡിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് താമരശ്ശേരി. ഇവിടെ വെച്ചിട്ടാണ് ബസ്സിൻ്റെ റിവ്യൂ എടുക്കുന്നത്. ബസ്സിൻ്റെ അടിപൊളി കൊമ്പ് കാണാം നമുക്ക്. ബസ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അമാൻ സിൻഡിക്കേറ്റ് എന്ന് യെല്ലോ ഫോണ്ടിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. ബസ്സിൻ്റെ ടോപ്പ് ലൈറ്റുകളൊക്കെ കാണാം. 2 മഞ്ഞ ടോപ്പ് ലൈറ്റൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡമ്മി വൈപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു 3 വൈറ്റ് പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പർപ്പിൾ കളറൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരുന്നുണ്ട്. ബസ്സിന്റെ ഏറ്റവും മനോഹരമായ ഈ ഡിജിറ്റൽ ബോർഡ്, ബസ്സിലെ തന്നെ ഒരു സ്റ്റാഫാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവന്റെ ഒരു കഴിവ് തന്നെ. കാരണം അവനൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ അവൻ സ്വന്തമായിട്ട് ചെയ്താണ്. മൊത്തം ഒരു 26,000 രൂപ പുറത്ത് നമുക്ക് വില വരുന്നതിന് അവൻ ഇതിന്റെ 4-1 പൈസ മാത്രമാണ് ചെലവാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് ഈ കോർണറിലായിട്ട് താമരശ്ശേരി എന്നുള്ള ബോർഡ് കാണാം. അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ 2 വൈപ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തൊട്ട് താഴത്തായിട്ട് ഒരു ഗ്രിൽ പോർഷൻ, ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗ്രിൽ പോർഷൻ. അതിൻ്റെ തൊട്ട് മേലെ 3 ഗ്രില്ലുകൾ ഓപ്പൺ ചെയ്ത് പിന്നെ ചെറിയ കട്ടിങ് ആയിട്ട് 3 ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. യൂണിക് ഫൈറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ വർക്ക് മാത്രമല്ല, മനോഹരമായ മറ്റ് സ്റ്റിക്കർ വർക്കുകളെല്ലാം ഇതിൻ്റെ തൊട്ട് മേലായിട്ട് അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ കവിള് നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി സ്റ്റിക്കർ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. യെല്ലോ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട്. ഇവിടെ ബസ്സിൻ്റെ ഹെഡ് ലാമ്പ് കാണാം നമുക്ക്. പോളോ ലൈറ്റ് പോലെ അല്ല 3 ഹെഡ് ലാമ്പ് വിത്ത് ഒരു ഇൻഡിക്കേറ്റർ. ഇവിടെ ഒരു കട്ടിങ്, ഹെഡ് ലാമ്പിൻ്റെ ഈ ബ്ലാക്ക് കളർ തീമിൻ്റെ ഈ കട്ടിങ് തന്നെയാണ് ഇതിൻ്റെ അടിയിലൂടെ ഒരു ലൈനായിട്ട് അടുത്ത ഹെഡ് ലാമ്പിൻ്റെ സെറ്റിലേക്ക് നേരിട്ട് പോകുന്നത്. അടിയിൽ എന്നിട്ട് ചെറിയ ഗ്രിൽ പോർഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അശോക് ലൈലൻഡിൻ്റെ ലോഗോ ഇവിടെ കാണാം. ഈ ഗ്രില്ലിൻ്റെ ക്യാപ്പിലൂടെ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് റേഡിയേറ്ററിലേക്ക് നല്ല കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ബസ്സിൻ്റെ നമ്പർ കാണാം. KL 57AA7827 എന്നുള്ള നമ്പർ കാണാം. അടിയിൽ ഒരു നീളത്തിലുള്ള ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡർ വൈറ്റ് ലൈനൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വൈറ്റ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ആ ലിപ്പ് കാണാം. വലിയ ലിപ്പ് ഉണ്ട്, സൈഡിൽ 2 ലിപ്പായിട്ട് ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റിക്കർ വർക്കാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇനി ബസ്സിൻ്റെ ആ സൈഡും കൂടെ നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പറയാനുള്ള കാരണം ഇതാണ്, സർവീസ് സെൻറ്ററിലാണെന്നുള്ളത്. കാരണം ഈ സൈഡിൽ ഉള്ള സ്ഥലം വെച്ചിട്ടാണ് നമ്മൾ ബസ്സിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഈ സൈഡിലെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അടുത്ത സൈഡ് നോക്കുന്ന സമയത്ത് നമ്മൾ ആ സൈഡിൽ കണ്ട അതേ ഇൻഡിക്കേറ്റർ, അത് ഒരു എക്സ്ട്രാ എന്ന് പറയാൻ ഇവിടെ ഒരു ഫ്ലാഗ്, അമേരിക്കയുടെ ഒരു ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. ഇനി ബസ്സിൻ്റെ ഡോർ സൈഡ് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ കൊമ്പ്, വോൾവോ കൊമ്പാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയുടെ സൈഡിലും ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. മിററിൻ്റെ പുറത്തൊക്കെ ബ്രിട്ടൻ്റെ ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബസ്സിൻ്റെ ഫ്രണ്ട് ഓവർ ഹാങ് നമുക്കറിയാം 1484 ചീറ്റയ്ക്ക് ഫ്രണ്ട് ഓവർ ഹാങ് വരുന്നത്. ഈ ഓവർ ഹാങ്ങിൻ്റെ അടിയിൽ കൂടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അവർ. സ്ട്രിപ്പല്ല, മറ്റേ സ്ക്വയർ പൈപ്പ്
കൊടുത്തിട്ടുണ്ട്. ബസ്സിന് ഫൈബറിൻ്റെ വീലാർച്ചാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമുക്കറിയാം ഇതവരെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നുള്ളത്. മിഷേലിൻ്റെ ട്യൂബ്ലെസ് ടയറാണ് ബസ്സിന് വരുന്നത്. 295/80 22.5 ആണ് ടയറിൻ്റെ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയറാണ്. അതുപോലെ തന്നെ ഇവിടെ ബസ്സിൻ്റെ കളറിലുള്ള തന്നെ ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേലെ മഹീന്ദ്രേൻ്റെ ഒരു വീൽ കപ്പും ചെറുതായിട്ട് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെ ബസ്സിൻ്റെ തൊട്ട് മേലെയായിട്ട് ബോഡിയിൽ അമാൻ സിൻഡിക്കേറ്റ് എന്നുള്ള അവരുടെ ആ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ഒരു ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ക്വാർട്ടർ ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർ ക്ലാസ്സിൻ്റെ ടോപ്പ് സൈഡിലൂടെ എല്ലാം സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ക്ലാസ്സിൻ്റെ തൊട്ട് മേലെ ആയിട്ടും ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് DVNൽ കാണുന്നത് പോലെ തന്നെ ക്വാർട്ടർ ക്ലാസ്സിൻ്റെ താഴത്തായിട്ട് ഈ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർ പറഞ്ഞു കൊടുത്താൽ, കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അവരത് കൊടുത്തുള്ളത്. ഇവിടെ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോർ കാണാം. അലുമിനിയത്തിൻ്റെ പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ക്യാപ്പിലൂടെയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നിക്ലിംഗ് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. മിറർ ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റാണ് ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡോറ് കാണാം. ഡോറിൽ പിടിച്ചു കയറാനുള്ള ഹാൻഡ് റെയിൽ ഈ സൈഡിൽ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ അതില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ വെൽക്കം എഴുതിയ ഈ സ്റ്റിക്കറിൻ്റെ ഈ ക്യാപ്പിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് ലൈറ്റ് നമുക്കിതിൽ വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ബസ്സിൻ്റെ ബോഡി ചെയ്തിരിക്കുന്ന ശ്രീചക്രയുടെ ഒരു ബാഡ്ജിങ് ഈ ഡോറിനോട് ചേർന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബസ്സിൻ്റെ ബാറ്ററി ബോക്സ് വരുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ബാറ്ററി ബോക്സ് വരുന്നത്. ഇത് തുറന്ന് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബാറ്ററി 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഇതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ മേലെ നമുക്കറിയാം ബാറ്ററി കട്ട് ഓഫ് എന്ന് പറയുന്ന സ്വിച്ച് തന്നെ ബസ്സിൻ്റെ ഡാഷ്ബോർഡിൽ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണത് കട്ട് ആകുന്നത്. അതിനുള്ള ഒരു ജോയിൻറ്റ്, അതിനുള്ള ഒരു ബോക്സാണ് ഇവിടെ ഈ ഏരിയയിൽ വരുന്നത്. അത് ഓഫാക്കി കഴിഞ്ഞാൽ ബസ്സുമായിട്ടുള്ള എല്ലാ ബാറ്ററിയുടെ കണക്ഷനും ഒഴിവായി പോകും. അതാണ് ആ ഒരു കട്ട് ഓഫിൻ്റെ ആ ഒരു ഇത്. അതുപോലെ തന്നെ ഡോറിനൊക്കെ നല്ല ഹൈഡ്രോളിക് ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. തുറക്കാനൊക്കെ ഈസി ആയിട്ട്, അതുപോലെ തന്നെ അടക്കാനും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ബസ്സിൻ്റെ വിൻഡോ ഗ്ലാസ്സുകളൊക്കെ നോക്കാം. നമുക്ക് അതിൻ്റെ ഫ്രെയിമൊക്കെ അലുമിനിയത്തിൻ്റെ ഫ്രെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ AC ചില്ലഡ് എന്നുള്ളൊരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് AC ഒരു പരസ്യം കൊടുത്തതാണ്. കൂടെ നമ്മുടെ ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റും കൂടെയാണ് ആ സൈഡിൽ വരുന്നത്. ടൈഗറിൻ്റെ പോലെയല്ല, ഒരു ഏകദേശം കൊണ്ടോടി ബോഡീനെ പോലെ നല്ല അത്യാവശ്യം വീതിയുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിൻഡിക്കേറ്റ് എന്നുള്ള പേര് കാണാം. ഇവിടെ താണ്ട് ഒരു ദുബായ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു സ്റ്റിക്കറായിട്ട് ഇവിടെ ചെറിയൊരു ഡോർ കൊടുക്കുന്നുണ്ട്. ഈ ഡോറിൻ്റെ ഉള്ളിലാണ്, അതായത് ഈ ബാറ്ററി ബോക്സിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ബസ്സിൻ്റെ AC ബാറ്ററി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻവെർട്ടർ AC നമുക്ക് ഇതിന് ജസ്റ്റ് തുറന്ന് കാണാം. ബാറ്ററിയുടെ ഡോർ തുറന്ന പോലെ തന്നെ ഇതിൻ്റെ ഡോറും ഹൈഡ്രോളിക് ആണ് കൊടുത്തിട്ടുള്ളത്. തുറക്കാനൊക്കെ ഈസി ആയിട്ട് ഇവിടെ കാണാം. നമുക്ക് ഹൈഡ്രോളിക്കിൻ്റെ ലിവർ കാണാം. ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ഇൻവെർട്ടർ. ഇതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ബാറ്ററി കാണുന്നുണ്ട്. ഒരു AdBlue ബക്കറ്റ് കാണുന്നുണ്ട്. നമുക്കറിയാം ഈ ഇൻവെർട്ടർ വഴിയാണ് ബസ്സിലെ AC വർക്ക് ചെയ്യിപ്പിക്കുന്നത്. സാധാരണ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ചാർജൊക്കെ അവിടെ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ക്യാമറയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. 24ൻ്റെ 2 ബാറ്ററി ഉണ്ട്. സാധാരണ നമ്മൾ മുമ്പ് ചെയ്ത AC ബസ് എന്ന് പറഞ്ഞാൽ സോളാറിൻ്റെ ആയിരുന്നു. അത് ഈ ബാറ്ററിയെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാര്യമായിട്ടും സോളാർ ഉപയോഗിച്ചിരുന്നത്. പകരം ഇവിടെ ഈ ബാറ്ററിയെ ഡൈനാമോ വഴിയാണ് ചാർജ് ചെയ്യിക്കുന്നത്. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോട് വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതെല്ലാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഡോറ് അടച്ചു കൊടുക്കാം. നേരത്തെ കണ്ട എമർജൻസി എക്സിറ്റിൻ്റെ മേലെ ക്വാർട്ടർ ക്ലാസ്സിലായിട്ട് എവറിത്തിങ് ഹാസ് ബ്യൂട്ടി ബട്ട് നോട്ട് എവരി വൺ സീ ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി, എല്ലാത്തിനും സൗന്ദര്യമുണ്ട് പക്ഷെ എല്ലാവരും അത് കാണുന്നില്ല എന്നുള്ളൊരു അടിപൊളി സ്റ്റിക്കർ വർക്കെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ സിൻഡിക്കേറ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ബസ്സിൻ്റെ വീൽ കപ്പ്, നല്ല അടിപൊളി വീൽ കപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളറിയാം വീൽ ആർച്ച് ഫൈബർ ആണെന്നുള്ളത് ഫ്രണ്ടിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടയറിൻ്റെ സൈസ്, ടയറിൻ്റെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടയറിൻ്റെ സൈസ് നമുക്കറിയാം 295/80 22.5 ആണ് എന്നുള്ളത്. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബസ്സിൻ്റെ ബാക്ക് ഓവർഹാങ് വരുന്നത് 3100 ആണ്. നമുക്കറിയാം ബസ്സിൻ്റെ ബോഡിയുടെ താഴത്തൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ ആ സ്റ്റീലിൻ്റെ ആ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അടിയിൽ സ്ക്വയർ ആയിട്ട്. ഇവിടെ ഫ്രണ്ട് ഡോർ നമ്മൾ പറഞ്ഞു, ഡോറിന് അതേപോലെ തന്നെയാണ് ബാക്ക് ഡോറിലെ ഓരോ സെറ്റപ്പും കാര്യം ചെയ്തിട്ടുള്ളത്. മേലെ ഇവിടെ വെൽക്കം എന്നുള്ളൊരു സ്റ്റിക്കർ ഉണ്ട്. ബസ്സിൽ ഇൻവെർട്ടർ AC ആയതുകൊണ്ട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം സോളാർ വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ലഗേജ് ബെർത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു പ്രശ്നമില്ലാതെ ലഗേജ് ബെർത്തായിട്ട് തന്നെ അത് നിലനിർത്തിയിട്ട് ഉണ്ട് ബസ്സിൻ്റെ ടോപ്പിൽ. ഇനി നമുക്ക് ബസ്സിൻ്റെ ബാക്കിലെ കാഴ്ചകളെല്ലാം കാണാം.
ബാക്ക് ഒറ്റ നോട്ടത്തിൽ പർപ്പിൾ കളറാണ് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പിടിക്കുക. അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഗ്ലാസിൻ്റെ ബാക്കിലെ ഗ്ലാസ്, അതുപോലെ തന്നെ ഈ താഴത്തെ സിൻഡിക്കേറ്റ് നേടിയ ഈ ഏരിയ എല്ലാം കൊടുത്തത് നല്ല ലുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്ലാസിൻ്റെ റൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ പുറത്തേക്ക് തള്ളിയിട്ടാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അമ്മാൻ ഹോളിഡേയ്സ് എന്നുള്ള ആ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 ബ്രേക്ക് ലൈറ്റ്, അതിലൊന്ന് പാർക്ക് ലൈറ്റും 2 പാർക്ക് ലൈറ്റും ഒരു ബ്രേക്ക് ലൈറ്റും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റിക്കർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അമ്മാൻ സിൻഡിക്കേറ്റ്, അമ്മാൻ ഹോളിഡേയ്സ് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ബസ് പോകുന്ന റൂട്ട് അവിടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അടിവാരം കോഴിക്കോട്. മാത്രമല്ല ബസ് കടന്നു പോകുന്ന റൂട്ട് ബോർഡും കൂടെ അവിടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈഡിലും ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊട്ട് താഴത്തായിട്ട് ഇവിടെ നമ്മുടെ ഡിജിറ്റൽ ബോർഡിന്റെ തൊട്ട് മേലെ ആയിട്ട് എയർ കണ്ടീഷൻ കോച്ച് എന്നുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അടിയിൽ ബസ് കേരള എന്ന് പറയുന്ന ബസ് ഫാനിങ് ഗ്രൂപ്പിന്റെ ഒരു ലോഗോ, അത് ബസ് കേരള എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിന്റെ ഡിജിറ്റൽ ബോർഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ബസ്സിൽ തന്നെ ഒരു സ്റ്റാഫാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ അമ്മാൻ സിൻഡിക്കേറ്റ് ട്രാൻസ്പോർട്ട് എന്നുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സിൻഡിക്കേറ്റ് എന്ന് എഴുതിയ ഈ സ്റ്റിക്കർ എഴുതിയ ഈ പർപ്പിൾ കളറിലെ ഈ ഒരു ഏരിയ, ഇതൊരു വെറൈറ്റി ആയിട്ട് ബോഡിയുടെ പുറത്തേക്ക് നല്ലൊരു രസത്തിലൊരു കട്ടിയായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അറിയില്ലെങ്കിൽ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും കട്ടിയിലാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. പുറത്ത് സാധാരണ ഒരു സ്റ്റിക്കർ, ആ സ്റ്റിക്കറിൻ്റെ മേലെ സിൻഡിക്കേറ്റ് നേടിയ പോലെയാണ് കാണുന്നതെങ്കിലും ഇത്രയും നല്ല ഒരു വെറൈറ്റി ആയിട്ടാണ് ബാക്ക് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്റ്റിക്കർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാക്കത്തെ റിയർ ലൈറ്റുകൾ 5 സെറ്റ് വരുന്ന റിയർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ബമ്പറിൽ ഒരു റെഡ് ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ പർപ്പിൾ കളറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബസ്സിൻ്റെ നമ്പർ 2 ഇൻഡിക്കേറ്ററൊക്കെ ഈ സൈഡിലും വരുന്നുണ്ട്. നമ്മൾ ആ സൈഡിൽ പറഞ്ഞത് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ബാക്കിലെ റിവേഴ്സ് ലൈറ്റുകളെല്ലാം കത്തുന്നത് കാണാം, ബാക്കിലെ ബ്രേക്ക് ലൈറ്റുകൾ കത്തുന്നത് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ റിവേഴ്സ് ലൈറ്റും ഓൺ ആക്കിയിട്ടുണ്ട്. ബസ്സിനി ഇവിടുന്ന് റിവേഴ്സ് വെക്കുകയാണ് ബാക്കിലേക്ക്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ സർവീസ് സെൻറ്ററിലാണ് എന്നുള്ളത്. ഇനി നമുക്ക് ലൈലൻഡിൻ്റെ ആ മ്യൂസിക്കൊക്കെ ഒന്ന് കേട്ട് ബസ് റിവേഴ്സ് വെക്കുന്നത് കാണാം. ഇവിടെ ശ്രീചക്രയുടെ ബാഡ്ജിങ്ങും കാണാം. ഈ സൈഡ് കാണുന്നതിന് മുമ്പ് നമുക്ക് ഡ്രൈവർ ക്യാബിന് അതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ലുക്ക്, ഒരു വ്യൂ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ബസ്സിൻ്റെ കൺട്രോളുകൾ കാണാം. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇതെല്ലാം മുകളിൽ നിന്ന് വരുന്ന ടൈപ്പായിരുന്നു. ആദ്യത്തെ കാലത്തൊക്കെ നമുക്കറിയാം ഇത് പ്ലാറ്റ്ഫോമിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം BS6 ബസ്സുകൾക്കൊക്കെ മുകളിൽ നിന്ന് വരുന്ന ടൈപ്പിലായി. ഇവിടെ ബസ്സിൻ്റെ ഹാൻഡ് ബ്രേക്ക് കാണാം. അതുപോലെ തന്നെ തൊട്ട് മേലെ നമ്മൾ ബാക്കിൽ കണ്ട അതേ പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഡ്രൈവർ സീറ്റ് കാണാം. നമുക്ക് ഡ്രൈവർ സീറ്റിലെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പിലെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അത് ഇവിടെയും ആവർത്തിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ഡോറിൻ്റെ ഈ സൈഡ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ നമുക്ക് മിറർ ഫിനിഷിങ്ങിലുള്ള സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പുറത്ത് നമുക്ക് വൈൽഡ് സോൾ എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ പുറത്തായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓവർ ഹാങ് ഒക്കെ നമ്മൾ ഓൾറെഡി ആ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡ്രൈവർ ഡോറിൻ്റെ തൊട്ട് മേലായിട്ട് നേവിഗേറ്റർ എന്നുള്ളൊരു സ്റ്റിക്കർ, കൊമ്പിൻ്റെ സൈഡ്, അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഓൾറെഡി ആ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും വീണ്ടും പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. ഇവിടെ ബസ്സിൻ്റെ ഈ ബോഡിയിൽ അമ്മാൻ സിൻഡിക്കേറ്റ് എന്നുള്ള അവരുടെ ആ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ഗ്രില്ലിലെ ഡോറ് കാണുന്നുണ്ട്. തൊട്ടടുത്ത് ചെറിയൊരു ഡോറ്. ഈ ചെറിയ ഡോറിൻ്റെ അകത്താണ് നമ്മുടെ ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് വരുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്ന ഗ്രില്ല് പോലുള്ളത് നമുക്കറിയാം, റീജനറേഷൻ, ഡീസലും ആഡ്ബ്ലൂവും കൂടി മിസ്സായിട്ട് റീജനറേഷൻ, പുകമലിനീകരണം കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് BS6 ബസ്സുകളൊക്കെ വരുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണാം. ഇത് സാധാരണ നമ്മുടെ പഴയകാല വീടുകളിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു പൂട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഡോറിനും ഹൈഡ്രോളിക് ഇത് ലിവർ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ യൂണിറ്റ്. ഈ മുകളിലായിട്ട് കാണുന്നതാണ് റീജനറേഷൻ നടക്കുന്ന അതിന്റെ യൂണിറ്റ്. ഡീസലും ആഡ്ബ്ലൂവും കൂടി നടക്കുന്ന യൂണിറ്റ്. തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ സൈലൻസറിന്റെ പുകക്കോയിലും കൂടി ഇതിന്റെ കൂടെയാണ് വരുന്നത്. ഇതാണ് തൊട്ടപ്പുറത്ത് നമുക്ക് ആഡ്ബ്ലൂവിന്റെ ടാങ്ക് കാണാം. അതിനെ നമുക്ക് അതിന്റെ ഡോർ തുറന്നിട്ട് കാണിക്കാം. ഇവിടെയാണ് ആഡ്ബ്ലൂവിന്റെ ടാങ്ക് വരുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ആഡ്ബ്ലൂവിന്റെ ടാങ്ക്. 24 ലിറ്ററാണ് ആഡ്ബ്ലൂവിന്റെ കപ്പാസിറ്റി, ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഈ തുറന്നു കിടക്കുന്ന വിൻഡോ ആണ് എമർജൻസി എക്സിറ്റ് ഈ സൈഡിലെ വരുന്നത്.
തൊട്ടടുത്ത വിൻഡോയിൽ നമുക്കിവിടെ ആ സൈഡിൽ കണ്ട പോലെ AC ചില്ലഡ് എന്നുള്ള സ്റ്റിക്കർ കാണാം. തൊട്ടുമേലെ ക്വാർട്ടർ ക്ലാസ്സിൽ എഴുതിയ ഇത് നമ്മൾ ആ സൈഡിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നില്ല. അതേ സെയിം ഡയലോഗ് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ബോഡിയിൽ സിൻഡിക്കേറ്റ് എന്നുള്ള മലയാളത്തിൽ അവർ പേര് കൊടുത്തിട്ടുണ്ട്. ബോഡിയുടെ താഴെയായിട്ട് ദുബായ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു സ്റ്റിക്കറും കാണാം. ഇവിടെ ബസ്സിന്റെ ഡീസൽ ടാങ്ക് ആണ് വരുന്നത്. 239 ലിറ്റർ ആണ് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ജസ്റ്റ് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ബസ്സിന്റെ വീലാർച്ച് വരുന്നത് ഫൈബർ ആണെന്നുള്ളത് നമ്മൾ ആ സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിന്റെ ടയറിന്റെ സൈസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 295 80 6 22.5 എന്നുള്ളത്. ഇത് പല ഇതിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം ഇതിന്റെ ടയറിന്റെ ഈ ഏരിയ മേലെ ഭാഗം വരുന്നതാണ് 295 എന്ന് പറയുന്നത്. ഈ ഏരിയ ഇതിന്റെ ഹൈറ്റ് ആണ് 80. അതുപോലെ തന്നെ ഈ വീൽ കപ്പ് കുടുങ്ങി കിടക്കുന്നതാണ് 22.5 എന്ന ടയറിന്റെ റേഡിയസ് വരുന്നത്. ബസ്സിന്റെ AC ഔട്ട്ഡോർ ടയറിന്റെ തൊട്ട് ബാക്കിലെ ഓവർഹാങ്ങിനെ ആ ക്യാപ്പിലായിട്ടാണ് വരുന്നത്. 2 ടണ്ണ് AC ആണ് ബസ്സിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഔട്ട്ഡോർ ഇവിടെ വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ബസ്സിന്റെ എമർജൻസി ഡോറിന്റെ തൊട്ട് താഴായിട്ട് നമ്മൾ ഔട്ട്ഡോർ വരുന്നത്. ഇവിടെ ആകുന്ന ബ്ലൂ സ്റ്റാറിന്റെ AC ഔട്ട്ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം മുമ്പ് ഇറങ്ങിയ AC ബസ്സിന്റെ ഒക്കെ പരാജയം എന്ന് പറയുന്നത് ഈ സൈഡിൽ വരുന്ന ഈ ഔട്ട്ഡോറിന് ഇതിന് മര്യാദക്ക് കാറ്റ് കൊള്ളുന്നില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ടായിരുന്നു മറ്റ് AC ഒന്നും തണുക്കാതെ പോയതും പിന്നെ അത് പരാജയപ്പെട്ടു പോകാനുള്ള കാരണം. അതിനുള്ള ഒരു പരിഹാരമായിട്ട് തന്നെയാണ് അവർ ഇത് ഈ സൈഡൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. മുമ്പ് AC ബസ്സിന്റെ റിവ്യൂ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അത് തണുക്കാതെ പോയതെന്നൊക്കെ അതിന്റെ ഓണർമാർ പറഞ്ഞത് വെച്ചിട്ട് ഈ ബസ്സിന്റെ റിവ്യൂ എടുക്കുന്ന സമയത്തും ഈ AC ഔട്ട്ഡോർ വരുന്ന ബോക്സിന്റെ ഈ ബാക്ക് സൈഡ് കണ്ടത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇത് ഒരു ചാനൽ ഓടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഈ ബാക്കിൽ ഇതിന്റെ കണ്ടൻസർ വരുന്ന ഏരിയ ഈ ബാക്കിലെ ഏരിയയിൽ കാറ്റ് മര്യാദ കൊണ്ടാല് ഇത് മര്യാദക്ക് തണുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ AC റിവ്യൂ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ കണ്ടു ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു ഡോർ പോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കാറ്റടിച്ചു കഴിഞ്ഞാൽ നേരെ അവിടേക്ക് കാറ്റ് കൊള്ളുകയും അത് തണുക്കുകയും അത് ഇതിന്റെ ചൂട് കുറയുന്നതനുസരിച്ച് ഉള്ളിലേക്ക് നമുക്ക് തണുപ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നത്. ഇത് ഈ ബസ്സിൽ സ്ഥിരമായിട്ട് പോകുന്ന ഡ്രൈവറാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇവിടെ സർവീസ് സെൻ്ററിലാണ് വണ്ടിയുള്ളത് എന്നുള്ളത്. ഒരു ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവാണ്. ജസ്റ്റ് ഒന്ന് ഇതിൽ വീഡിയോ എടുത്തത് മാത്രം. കാരണം ഇതിൻ്റെ സെയിം റിവ്യൂവിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ആളെ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആളുടെ ഡ്രൈവിംഗ് കൂടി ഇതിൽ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചെന്ന് മാത്രം. ബസ്സിൻ്റെ ബോണറ്റൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബോണറ്റ് പോലെയാണ് നല്ല അത്യാവശ്യം വലിയൊരു ബോണറ്റ് പോലെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഇനി ബസ്സിന്റെ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു കർട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കർട്ടൻ അല്ല ഒരു ടർക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പർപ്പിൾ കളറിൽ തന്നെയാണ് ഇതിന്റെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാക്കിലൊക്കെ പറഞ്ഞ അതേ പർപ്പിൾ കളറ് ഇവിടെ ഇതിന്റെ റേഡിയേറ്റർ വരുന്ന അവിടെയും ആ ഒരു ടർക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ ക്ലസ്റ്റർ വരുന്ന ഈ ഡാഷ്ബോർഡും അതെല്ലാം ഈ പർപ്പിൾ കളർ തന്നെയാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. ക്ലസ്റ്റർ അതുപോലെ തന്നെ ഈ ഏരിയ ഇതൊക്കെ നമ്മൾ സാധാരണ ലൈലൻഡിന്റെ അശോക് ലൈലൻഡിന്റെ ചീറ്റ് റിവ്യൂ ചെയ്യുന്നത് സ്പെസിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നില്ല. കാരണം നമുക്ക് ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെയാണ് AC കൺട്രോൾ വരുന്നത്. AC ഫ്ലഗ് ആണ് അവിടെ ഊരിയിട്ടുള്ളത്. അതിലാണ് കുത്തുന്നത്. ഇതിന്റെ ഇൻഡോർ വരുന്ന ബോക്സ് ഇത്രയും വലിയ ബോക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ടൂറിസ്റ്റ് ബസ്സിന്റെ ക്യാബിൻ പോലെയാണ് ബോണറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുതായിട്ട് ഇവർക്ക് ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ബോണറ്റൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. പെട്ടി സീറ്റിൽ ഇരിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കമ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല ചെറിയ ഒരു ഡോറൊക്കെ ആയിട്ട് ആ ടൂറിസ്റ്റ് ബസ്സിന്റെ ആ സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി ബസ്സിന്റെ ഉള്ളിലെ ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇവിടെ ബസ്സിന്റെ സീറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ സാധാ ബസ്സിൽ കാണുന്ന പോലത്തെ ഒരു സീറ്റ് അല്ല. ഒരു പുഷ് ബാക്ക് സീറ്റ് കുറച്ച് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ് ഇതിന്റെ സീറ്റുകൾ കിടക്കുന്നത് കാണുന്നത്. ഓരോ സീറ്റും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടോ ഒരു പുഷ് ബാക്ക് സീറ്റ് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയാണ് ഇതിന്റെ സീറ്റുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പുഷ് ബാക്ക് സീറ്റ് അല്ല, ഇത് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതെങ്ങനെ ഇത് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് ഓണറോട് നേരിട്ട് ചോദിക്കാം. അത്യാവശ്യം നല്ല സ്പേസും സീറ്റിന് അവർ കൊടുത്തിട്ടുണ്ട്. ബർത്തിന്റെ അടിയിലൊക്കെ നല്ല വെറൈറ്റി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാന് കിടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു AC ഫാന് വഴിയാണ് ബാക്കിലേക്ക് എത്തിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമുള്ളൂ AC ഇൻഡോർ വരുന്നത്. ബാക്കിയെല്ലാം ഈ ഫാന് വഴിയാണ് ബാക്കിലേക്ക് ബസ്സിന്റെ തണുപ്പ് എത്തിക്കുന്നത്. ബാക്കിലെ സീറ്റ് നമുക്കറിയാം ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ 3-3 റോ സീറ്റാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ഗ്ലാസിന്. ഇവിടെ ഈ സൈഡിൽ ബെല്ലിന്റെ കയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് കൂടെ ക്വാർട്ടർ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആയിട്ട് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന സ്വിച്ച് അതുപോലെ തന്നെ ബെൽ സ്വിച്ച് 2 സ്വിച്ചുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ബസ്സിന്റെ ഡോറിന്റെ ഉൾഭാഗം നോക്കാം. ഈ സൈഡ് കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഡോറിന് ഹാൻഡ് റീൽ കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ ഗ്ലാസ്സിൽ സ്റ്റിക്കർ വർക്കൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ബസ്സിന്റെ പ്ലാറ്റ്ഫോം നമുക്ക് കാണാം.
അലുമിനിയം ആണ്. അതുപോലെ തന്നെ ബസ്സിൻ്റെ ഈ സൈഡിലായിട്ടാണ് ബസ്സിൻ്റെ എമർജൻസി ഡോറ് വരുന്നത്. നമ്മളെ എമർജൻസി വിൻഡോ 2 സൈഡിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എമർജൻസി ഡോർ. അങ്ങനെ മൊത്തം 3 എമർജൻസി എക്സിറ്റുകളാണ് ബസ്സിന് വരുന്നത്. ഇവിടെ നമ്മൾ കർട്ടനെ കുറിച്ചൊക്കെ ഓൾറെഡി ആ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നത് പ്ലാറ്റ്ഫോം അലുമിനിയത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ബസ്സിന് നൽകിയിട്ടുള്ളത്. ബസ്സിൻ്റെ ക്യാബിൻ സെപ്പറേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാധാ ബസ്സിന് കാണുന്ന പോലെയല്ല, ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോലെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ പെട്ടി സീറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ല. ബസ്സിൻ്റെ പെട്ടി സീറ്റ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ കർട്ടൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഫുള്ളായിട്ട് അതേ കളറ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡോർ പറഞ്ഞ പോലെ തന്നെ ഈ ഡോറിനും പിടിച്ച് കയറി വരുന്നിടത്ത് ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡോർ ഓപ്പറേറ്റിംഗ് സ്വിച്ച്, ബെൽ സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ സെപ്പറേഷൻ്റെ ബാക്കിലായിട്ടാണ് ബസ്സിൻ്റെ AC ഇൻഡോർ വരുന്നത്. ഇതിൻ്റെ അകത്തായിട്ടാണ് AC വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അത് വരുന്നത്. ഈ ക്യാപ്പിലൂടെയാണ് അതിൻ്റെ തണുപ്പ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. താഴത്തെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ അമാൻ സിൻഡിക്കേറ്റ് ട്രാൻസ്പോർട്ട് എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഒരു ഇതവിടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ അവരുടെ അമാൻ ഹോളിഡേയ്സ്, ഞാൻ പറഞ്ഞു ഓൾറെഡി ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ള ആളാണ്. അവരുടെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ സീറ്റിന് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. ഇനി ബസ്സിൻ്റെ ലഗേജ് ബെർത്ത് നോക്കാം നമുക്ക്. അത്യാവശ്യം നല്ലൊരു സൗകര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ലഗേജ് ബെർത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ ലഗേജ് ബെർത്തിന്റെ അടിയിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ വരുന്ന അതേ ടൈപ്പ് ലൈറ്റ് തന്നെ നമുക്കറിയാം. ഓൾറെഡി നമ്മൾ പിന്നെയും പറയാൻ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ബസ്സിന്റെ ഇന്റീരിയറിലെ ലൈറ്റ് സെറ്റപ്പുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ബെർത്തിന്റെ അടിയിലെ ലൈറ്റ് കണ്ടാൽ തന്നെ അറിയാം. അതൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ബസ്സിന്റെ സീലിംഗ് നോക്കാം. അത്യാവശ്യം നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള 3 കമ്പികൾ സീലിംഗിൽ വരുന്നുണ്ട്. സൈഡിൽ കൂടെ ഇത് വരുന്നുണ്ട്. ഈ അടുത്ത് നമ്മൾ റിവ്യൂ ചെയ്ത കല്യാണം എന്ന് പറഞ്ഞ ബസ്സിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3D ഇന്റീരിയർ ആണ് എന്നുള്ളത്. ഒരുപക്ഷെ 3D അല്ല, HD ഇന്റീരിയർ ആണ്. നമ്മളതിന് പറഞ്ഞത് മാറിപ്പോയതാണ്. അതിന്റെ അതേ ACP ഷീറ്റാണ് ബസ്സിന്റെ ഈ സെൻട്രൽ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് ഉള്ള HD ACP സീറ്റ്. ഇപ്പോൾ അടുത്തായിട്ടാണ് ഈ സാധനം വന്നു തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് അറിയാം കണ്ണൂർ കോഴിക്കോട് റൂട്ടിലെ കല്യാണം എന്ന് പറഞ്ഞ ബസ്സിലാണ് ആദ്യമായിട്ട് അവരത് ചെയ്തിട്ടുള്ളത്. ഈ ബസ്സിനും അതേ സെയിം ആണ്. കണ്ട് ഈ സെൻട്രൽ വരുന്ന ഈ ഷീറ്റ് അവർ ചെയ്തിട്ടുള്ളത്. സൈഡിൽ വരുന്നത് സാധാ ACP ഷീറ്റ് ആണെങ്കിൽ സെൻട്രൽ വരുന്നത് HD ACP ഷീറ്റാണ്. സർവീസ് സെൻറ്ററിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ടെസ്റ്റിന് പോവാണ്. അടിവാരത്തേക്ക് പോകണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് നാട്ടിൽ പോകേണ്ടത് കൊണ്ട് തന്നെ റൂട്ട് മാറ്റി താമരശ്ശേരി ടൗണിലേക്ക് പോവാണ്. ഇതാണ് ബസ്സിലെ ഈ നൈറ്റിലെ യാത്ര. AC ഒക്കെ ഇട്ടിട്ട് ഒരു യാത്ര, കൂടെ ഇവരുടെ ചെക്കിങ്ങും ചെയ്യാം. ഇത് നമ്മളെ സർവീസ് സെൻറ്ററിലെ ഒരു അടിപൊളി ഡ്രൈവറാണ്, ഒരു പ്രൊഫഷണൽ ഡ്രൈവർ എന്ന് തന്നെ പറയാം. ഇവിടെ AC ഒക്കെ ഓണാക്കി സൈഡിൽ ഫാനൊക്കെ ഇട്ടിട്ട് നൈറ്റിൽ ഒരു യാത്ര. ഇതാണ് AC. ബ്ലൂ സ്റ്റാറിൻ്റെ 210 AC ആണ്. ഇവിടുന്ന് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന AC, ഇവിടുന്ന് വരുന്ന ഈ കാറ്റിനെ സാധാരണ ഈ സൈഡിൽ കൂടെ കാണുന്ന ഫാൻ വഴിയാണ് ബാക്കിലേക്ക് AC എത്തിക്കുന്നത്. ഇങ്ങനെ ബാക്കിൽ വരെ ഓരോ സൈഡിലും കൂടി കൊടുത്തിരുന്ന ഫാൻ വഴിയാണ് ഇങ്ങോട്ട് AC എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബസ്സിന്റെ ഓണർ അതുപോലെ തന്നെ ബസ്സിലെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ബസ്സിന്റെ AC ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഓണറിൽ നിന്നും ബസ്സിന്റെ സ്റ്റാഫിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ബസ്സിന്റെ ഓണർ, ഒരു പാർട്ട്ണറും കൂടെയാണ്. മൊയ്തു അമാൻ എന്നാണ് ആൾ പേര്. നമുക്ക് ഈ ബസ് ഇങ്ങോട്ട് ഇങ്ങനെ AC ബസ് ഈ റൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ബസ് AC ബസ് ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടിവാരം കോഴിക്കോട് റൂട്ടിൽ ഇതുവരെ AC വണ്ടി വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക, ചൂട് കാലത്ത് ഞാൻ ഈ ബസ് കുറച്ച് പോയിരുന്നു. ഞാൻ ദുബായിലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ബസ് പോയി നോക്കുമ്പോൾ പെരും ചൂട് തന്നെ ഇവിടെ. അപ്പോൾ വണ്ടിയിൽ ചെറിയൊരു കൺസെപ്റ്റായിട്ട് AC വെക്കാന്നുള്ളതുണ്ടായിരുന്നു. സോളാർ AC കണ്ണൂർ ലൈനിലൊക്കെ കുറേ പൊട്ടിപ്പോയിക്കില്ലേ, അതായത് വെച്ചെടുത്തോളം ഫെയിലാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബാറ്ററിമേ തന്നെ ഇൻവേർട്ടർ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ AC കൊടുത്തത്. AC കൊടുത്തത് 90% ഓക്കെ ആണ്. പക്ഷേങ്കിൽ കുറച്ചുകൂടി ഒരു ഇത് കിട്ടാനുണ്ട്, കൂളിംഗ് കപ്പാസിറ്റി കിട്ടാനുണ്ട്. പിന്നെ അവൻ തന്നെ ആൾക്കാരെല്ലാവരും കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്ലാസ് തുറന്നിക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ചില ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ മറിക്കുക, വണ്ടിയിൽ തലവേദന ആകുക, അങ്ങനത്തെയൊക്കെ കുറേ വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇപ്പം ചെയ്തിടത്തോളം ഓക്കെ ആണ് വണ്ടീൻ്റെത്. ഇപ്പോൾ സോളാർ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട ബസ്സിൻ്റെ ഒക്കെ AC ഫീൽഡ് അങ്ങനെ സോളാർ ഓക്കെ ആയിരുന്നു. കാരണം സോളാർ കാര്യമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഇൻവെർട്ടർ ആവുന്ന സമയത്ത് എങ്ങനെയാണ് ബാറ്ററി ചാർജ് ആക്കാനുള്ള മാർഗങ്ങൾ കണ്ടത്? മാർഗം കണ്ടു വെച്ചാൽ നിലവിൽ ഈ കമ്പനി വരുന്നത് ഡൈനാമോ 85 ഡൈനാമോ വരുന്നത്, 85 വാട്ട്സ് വരുന്നത്. അത് നമ്മൾ 100 കൺവേർട്ട് ചെയ്തു.
അതായത് ഡൈനാമോ സാധാ ബസ്സിന്റെ തന്നെ ഇതിന്റെ വലിയ ടൂറിസ്റ്റിന് വരുന്ന ഡൈനാമോ കയറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ 2 ബാറ്ററി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. 24-ന്റെ തന്നെ 2 ബാറ്ററി എക്സ്ട്രാ വെച്ചിട്ട് അതുമേല് 2500 വാട്ട്സിന്റെ ഇൻവെർട്ടർ കയറ്റിയതാണ്. കുറെ ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണുന്നത് സോളാർ AC ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരോടും പറയലുണ്ട് സോളാർ അല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും കിട്ടുന്നത്. മറ്റ് സോളാർ AC നിലവിൽ റണ്ണിങ്ങിൽ ചാർജ് ആവുന്നില്ല എന്നുള്ളൊരു പരാതി കണ്ണൂർ കോഴിക്കോട് നിന്ന് എക്സ്ട്രീം പറഞ്ഞ ബസ്സിൽ നിങ്ങൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു വിപരീതമായിട്ട് നമ്മൾ അത് ഓരോ വിളിച്ച് ചോദിച്ചിരുന്നു, അതിന്റെ ഓണറെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓക്കെ ആണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉള്ളത് ഒന്നുകൂടി ആക്കുക എന്നുള്ളതാണ് നമ്മൾ. വെച്ചാൽ ഈ ഡോറ് തുറന്നിടുന്നത് ഭയങ്കര ഒരു ഫാൾട്ടാണ് ഇതിനകത്ത്. ആൾക്കാർ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോറ് തുറന്നോളാം. ഗ്ലാസ് നീക്കുന്ന ഗ്ലാസ് ലോക്കുള്ള ഗ്ലാസ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടി മെച്ചമുണ്ടാവും. പിന്നെ മഴയത്താണ് ഇതിന്റെ മെയിനായിട്ട് ഉപകാരം നമുക്ക് കിട്ടുന്നത്. മഴയത്ത് ഉപകാരം കിട്ടുക പറഞ്ഞാൽ ഈ ഗ്ലാസ്സിന് ഒരു മങ്ങൽ വരും. ഈ ആവി കയറിയിട്ട് ആ ആവിയൊന്നും വരുന്നില്ല മഴയത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് മെച്ചങ്ങൾ കിട്ടുന്നുണ്ട്. മെയിൻ ക്ലാസ്സിനൊക്കെ ഈ ഡ്രൈവർക്ക് കാഴ്ചക്കൊക്കെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കാം, ഇത് യാത്രക്കാരുടെ അഭിപ്രായം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ രാവിലത്തെ ട്രിപ്പിൽ നമുക്ക് ഓവർ ലോഡാണ്. അതായത് വണ്ടിയിൽ ഫുള്ള് ആളുണ്ടാകുമ്പോൾ നമുക്കിത് ചാലുവാകുന്നില്ല. തണുപ്പ് വേക്കോട്ടൊന്നും തണുപ്പ് എത്തുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഒരു ട്രിപ്പ് ഉണ്ട് കോഴിക്കോട്. ആ ട്രിപ്പിന് മാത്രമാണ് നമ്മളിപ്പോൾ നിലവിലിടുന്നത്. അപ്പോൾ ഇത് ഇനി വിജയിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ AC ഇറക്കും. അതിനാണ് ഈ പരിപാടി. ഇത് നമ്മൾ വേറെ റൂട്ടുണ്ട്, തലയാട് കോഴിക്കോട് അമാൻ തന്നെ ഉണ്ട്. ഇത് അതിന് മാറ്റിയിട്ട് ഇതിന് ഫുൾ AC വൈക്കിങ്ങിൽ പുതിയ വണ്ടി വരുന്നുണ്ട്, ഡയറക്റ്റ് എഞ്ചിന്. അത് കൊണ്ടോടി ബോഡി കെട്ടിയിട്ട് ഇറക്കാന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചത്. ഇത് നമ്മളെ മുതലാളിയും ഓണറും എല്ലാം കൂടി തന്നെയാണ് ഓനും. ഞാൻ ഇവിടെ ഇല്ലാതെ വരാണ് കൊണ്ട് നടക്കല് വണ്ടി. ഇപ്പൊ ഓന് ഡ്രൈവർ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ടൂറിസ്റ്റിലാണ് ഓൻ ഉണ്ടാകല്. അപ്പൊ ടൂറിസ്റ്റ് ഇപ്പൊ ഓട്ടം കുറവാണല്ലോ. അപ്പൊ ഓന് വണ്ടിയിൽ പോകുന്നു. ഇപ്പൊ ഓൻ തന്നെയാണ് കൊണ്ടെടുക്കല്. ഓന്റെ പേരിന്റെ മിറ്റത്ത് വെക്കലാണ് ഒഴിവുള്ള ദിവസമൊക്കെ. അല്ലാതെ ഇവിടെ പമ്പിൽ വെക്കല വണ്ടി. ഇപ്പൊ മൊയ്തുക്ക് പറഞ്ഞ ബസ്സിന്റെ പാർട്ണർ ബസ് നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആളില്ലാത്ത സമയത്ത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വണ്ടിയിലെ ഓളിനോട് എന്ന് പറയാം. കാരണം ഡ്രൈവർ കണ്ടക്ടർ ഏത് ഡ്യൂട്ടിയാണോ ആ ഡ്യൂട്ടി പറഞ്ഞാൽ എടുക്കുന്ന ആള്. നിങ്ങളുടെ പേര്? എന്റെ പേര് അമ്പു, അസ്കർ അമ്പു. പിന്നെ എങ്ങനെ ബസ്സിനെ കുറിച്ച് പിന്നെ നിങ്ങളാകുമ്പോൾ മുന്നിലും കണ്ടക്ടർ ഡ്യൂട്ടിയും ഡ്രൈവർ ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഓരോ ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ വണ്ടിനെ കുറിച്ച് എല്ലാവർക്കും പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത്. വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ആൾക്കാർ ശ്വാസം മുട്ടുള്ളവരുണ്ട്. അങ്ങനെ ചില ആൾക്കാരുണ്ടോ, അപ്പോൾ ഒരു ഓഫാക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഓഫാക്കി കൊടുക്കും. അല്ലാത്ത സമയങ്ങളിൽ ആള് കൂടുതലുള്ള സമയങ്ങളിൽ ഇടൂല. ആവറേജ് ആൾക്കാരുള്ള സമയത്തൊക്കെ ഇട്ടുകാണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മൾ ബസ് മുമ്പ് പിന്നെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തത് ഇതിന്റെ സർവീസ് സെന്ററിലാണ്. നമ്മൾ ഇതിന്റെ ഡ്രൈവറെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഡ്രൈവറോട് പേരൊന്നും ചോദിച്ചില്ല. ആ ഡ്രൈവർ കൂടി ഇതിൽ സ്ഥിരമായിട്ട് പോകുന്നില്ല. ഓനാണ് ഇതിൽ സ്ഥിരമായിട്ട് പോകല്. അസ്ലം എന്ന് പറയും. അസ്ലം റിയാസ് എന്ന് പറഞ്ഞ 2 ആളുണ്ട്. ഒരാണ് ഇതിന്റെ ഫുള്ള് കരൂർ പോയിട്ട് വണ്ടി പണി എടുപ്പിക്കാൻ അവിടെ പോയി ഉറപ്പ് കഴിഞ്ഞ് നിൽക്കലായിരുന്നു. ഞാൻ ദുബായിലെ ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ പോയത്. ഓല് ഫുള്ള് ലീവ് എടുത്തിട്ട് അവിടെ പോയി നിൽക്കലാണ് വണ്ടി കരൂരിൽ. ഇത് പണി ഫുള്ള് ഓരോ പ്ലാനിങ്ങിലാണ് മൊത്തം ഇത് ചെയ്ത്. ഉള്ളിലെ ഡിസൈനൊക്കെ ഫ്രണ്ട് മാത്രമേ നമ്മളൊരു ഐഡിയ ചെയ്തിട്ടുള്ളൂ വണ്ടി. വേറൊരു കാര്യം അധികാരം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഇനി ശ്രദ്ധിച്ചിട്ടാണോ ചെയ്തതെന്ന് അറിയില്ല. നമ്മുടെ ബസ്സിന്റെ സീറ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ടൂറിസ്റ്റിന്റെ ഒക്കെ ഒരു പുഷ്പാക്ക് പോലെയുള്ള ഒരു സീറ്റാണ് ബസ്സിനെ കൊടുക്കുന്നത്. നിങ്ങൾ അറിഞ്ഞ് ജയിച്ചതാണോ? അവിടെ നമുക്ക് കുറെ സീറ്റ് കാണിച്ചു തന്നു. അപ്പൊ അതിൽ ഇരുന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് ഏതാ വേണ്ടിയെന്നുള്ളത്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഇതെടുത്തത്. ഇത് ലേസൊരു ചെരിവുണ്ട്, നല്ലോണം ഇരുന്നാല് യാത്രക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഫാനും ഉള്ളതും കൊണ്ട് ഏകദേശം സെറ്റാണ്. AC ഫ്രണ്ട് നോട് തള്ളി കിട്ടുമ്പോൾ ഇരുന്ന് വരുന്ന കുറെ എണീക്കാനൊക്കെ മറന്നു പോകുന്നു. ബസ് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി ട്രാക്കിലേക്ക് പോവാണ്. താമരശ്ശേരി ട്രാക്കിലേക്ക് പോവാണ്. ഏകദേശം AC ഒക്കെ ഇട്ടിട്ടുള്ളൊരു യാത്രയാണ്. ഇനി ഇവിടുന്ന് കോഴിക്കോട് വരെ വണ്ടി ഫുള്ള് AC ഇട്ടിട്ട് എങ്ങനെയാണ് ACൻ്റെ വർക്കിംഗ് തണുപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. റണ്ണിങ്ങിൽ തന്നെ നമ്മൾ ഒരു AC ബസ്സിൻ്റെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു യാത്ര ഫുള്ളായിട്ട് താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് വരെ AC ഇട്ട് പോകുമ്പോഴുള്ള ബസ്സിൻ്റെ ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ AC വണ്ടി AC ഉള്ളത് ഗ്ലാസ് കണ്ടാലറിയാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയത് ഇവിടെ അതിൻ്റെ വെള്ളം വറ്റുന്നതാണ്. അതിൻ്റെ ഔട്ട്ഡോർ പൈപ്പിൻ്റെ അവിടെ വെള്ളം വറ്റി വരുന്നത് AC ഇട്ടിട്ടുള്ള വെള്ളമാണ് വറ്റി വരുന്നത്. ഡ്രൈവറിൻ്റെ എല്ലാം ഗ്ലാസ് എല്ലാം അടവാണ്. അത്യാവശ്യം നല്ല കൂളിങ്ങിൽ ടൈമാണ് ഇപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ.
ബസ്സിൻ്റെ റിവ്യൂ എടുക്കുന്നതിനിടയിൽ ഇങ്ങനൊരു കാഴ്ചയും കൂടി കണ്ടിട്ട്, ബസ്സിലെ ക്ലീനറാണിത്. ആള് ഇവിടെ എല്ലാ കടലക്കാരിൽ നിന്ന് കടല വാങ്ങിയിട്ട് പ്രാവുകൾക്ക് കൊടുക്കുകയാണ്. ഒരാളൊന്നുമല്ല, ഒരാൾ കയ്യിലുണ്ട്. ഇടയ്ക്ക് 2-3 കയ്യിൽ വരുന്നവൻ പറഞ്ഞത്. ഇപ്പോൾ താഴത്ത് താഴത്തേക്ക് അത് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. താഴത്ത് അതിൻ്റെ കമ്പനിക്കാരെല്ലാം താഴത്തും ഉണ്ട്. ബസ്സിലെ ക്ലീനറാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ താണ്ട് അതിൻ്റെ കമ്പനിക്കാരെല്ലാവരും ഉണ്ട്. അവർക്കുള്ളതാണ് അവൻ്റെ കയ്യിൽ നിന്ന് കൊത്തി താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും കണ്ണു നനക്കുന്ന ഒരു നല്ല അടിപൊളി കാഴ്ച, മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയും കൂടെ ഈ കൂട്ടത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുമ്പിൽ AC ഓണായി കിടക്കുന്നത് കാണാം. അപ്പോൾ AC ഇട്ടിട്ട് തന്നെയാണ് യാത്രയുള്ളത്. അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോൾ തന്നെ വണ്ടിയുണ്ട്. നമ്മൾ നേരത്തെ വെള്ളമൊക്കെ പോകുന്നതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇനി യാത്ര ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് ബസ്സിൽ യാത്ര തിരിക്കുക. നമ്മൾ പറഞ്ഞ സീറ്റിൻ്റെ സുഖമൊക്കെ ചില ആളുകൾ ആ AC-യിൽ കിടക്കുന്ന ആ ഒരു കംഫർട്ട്, അത് തന്നെയാണ് അവർ ബസ്സിൻ്റെ പിന്നെ സീറ്റ് ഇങ്ങനെ ആക്കാനുള്ള ഒരു കാരണം. ഇപ്പോൾ ഏകദേശം ബസ് എത്തിയിട്ടുള്ളത് നമ്മളെ കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊടുവള്ളിയും കഴിഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങൾ കുന്നമംഗലം എത്താനായി. ബസ്സിന് ഇപ്പോഴും AC കട്ട് ഓഫ് ആയിട്ടില്ല, തണുപ്പുണ്ട്, യാത്രക്കാർ കുറവാണ്. ഏകദേശം കൊടുവള്ളി വരെ നല്ല ടിക്കറ്റ് ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വണ്ടി ഇവിടെ എത്തി. കുന്നംകുളം സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. കുന്നമംഗലം സ്റ്റാൻഡിലാണുള്ളത്. നമുക്ക് സ്റ്റാൻഡിൻ്റെ പുറത്തെ സൈഡൊക്കെ ഒന്ന് കാണാം. ഇതാണ് കുന്നമംഗലം ടൗണിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇപ്പോഴും നിലവിൽ നമ്മൾ AC-യിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ഇതുവരെ കട്ട് ഓഫ് ആയിട്ടില്ല, ആൾ കുറവാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ക്യാപ്പ് കുറവാണ് ബസ്സുകൾക്ക്. ഇതുവരെ നല്ല കൂളിങ്ങിൽ തന്നെയാണ് ബസ് എത്തിയിട്ടുള്ളത്. അങ്ങനെ മെഡിക്കൽ കോളേജ് എല്ലാം കഴിഞ്ഞ് ബസ് പാളയം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കോഴിക്കോട് തന്നെയുള്ള ഒരു AC ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നുണ്ട്. നമുക്ക് കല്യാണ്ട് 2ാമത്തെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ആ ബസ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.